Hi all, good evening. I hope my audio is clear. So actually today we are going to discuss on the topic top occupations in demand for Australian PR. Okay. I hope my voice is clear and I'm pretty much audible and my screen is also visible. If you have any concern, please message. So actually, Adira, can you please mute your mic? Thank you. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതൊക്കെയാണ് ടോപ്പ് ഒക്യുപ്പേഷൻസ് ഓസ്ട്രേലിയൻ പി ആറിൽ ഡിമാൻഡായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഡിമാൻഡായിട്ട് വരുന്ന ടോപ്പ് ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓസ്ട്രേലിയൻ പി ആറിന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ പറയുക, അതിൽ ഒരു പെർമനന്റ് റെസിഡൻസി ആണ്. അതൊരു പാത്വേ ആണ്. നമുക്ക് ഓസ്ട്രേലിയയിൽ റെഗുലർ ആയിട്ട് സ്റ്റേ ചെയ്യാനും ലിവ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്ന ഒരു പാത്വേ ആണ്. സോ ഈ പാത്വേ എന്ന് ഉദ്ദേശിക്കുന്നത് റാൻഡം ആയിട്ട് ഇൻവിറ്റേഷൻസ് സംഭവിക്കുന്നൊന്നുമല്ല. ഇതൊരു സ്ട്രാറ്റജിക്കലി അവർ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പാണ്. അതിലെങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഒക്യുപ്പേഷൻസിന്റെ ഡിമാൻഡ് അനുസരിച്ചും നമ്മുടെ സ്കിൽ സെറ്റ് അനുസരിച്ചും അതേപോലെ നമ്മളൊരു പോയിന്റ് ബേസ്ഡ് ആണ്. മിനിമം 65 പോയിന്റ്സ് നമുക്ക് വേണം. നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സോ ആക്ച്വലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തൊക്കെ ഏതൊക്കെ ഒക്യുപ്പേഷൻസ് ആണ് ഡിമാൻഡ് ആയിട്ട് വരുന്നതും പിന്നെ അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളുമാണ്. സോ നമ്മൾ ഇന്ന് പറയുന്നത് എന്താണ് സ്കിൽഡ് മൈഗ്രേഷൻ, അതേപോലെ ടോപ്പ് ഡിമാൻഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ് അതിൽ വരുന്ന അസസ്മെന്റ് അതോറിറ്റീസ്, പിന്നെ ഏതൊക്കെയാണ് വിസ ഓപ്ഷൻസ്, അതേപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഓസ്ട്രേലിയയുടെ ഒക്യുപ്പേഷൻ ഡിമാൻഡ്, എന്താണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒക്യുപ്പേഷൻ ഡിമാൻഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒക്യുപ്പേഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്. സോ ഫസ്റ്റ് വരുന്ന അവർ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ ലിസ്റ്റിൽ കാണുന്ന പോലെ തന്നെ ആൻസ്കോ ലിസ്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ് സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒക്യുപ്പേഷൻസ് ആണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ച് ഓരോ ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ഒക്യുപ്പേഷൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസ്കോ കോഡ് അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു രജിസ്റ്റേർഡ് നഴ്സാണ്, നമ്മളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കലിന് ഒരു സെപ്പറേറ്റ് 254418 എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് വേറെ ഒരു എമർജൻസി കെയറിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ആൻഡ് എമർജൻസി ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് വേറെ ഒരു ആൻസ്കോ കോഡ് ഉണ്ട്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന റിലേറ്റ് ചെയ്തിട്ട് വരും നമ്മളുടെ ആൻസ്കോ കോഡ്. ഇപ്പൊ നമ്മൾ എഞ്ചിനീയർ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഒരു 6 ഡിജിറ്റ് ഒരു ആൻസ്കോ കോഡ് അയാൾക്ക് ഉണ്ടാവും. സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ അയാളുടെ കോഡ് അവിടെ ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെയാണ് ആൻസ്കോ കോഡ് പ്രകാരമായിട്ട് അല്ലെങ്കിൽ ആൻസ്കോ ലിസ്റ്റിൽ നമ്മുടെ ഒക്യുപ്പേഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു രീതിയിൽ ഡിവിഷൻ വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽ ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം സ്കിൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയും. ഇത് ആക്ച്വലി നമ്മളുടെ ഡിഫറെന്റ് വിസ സ്ട്രീംസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലിസ്റ്റ് ആണ് ഇതിൽ പറയുന്നത്. ഇത് നമ്മളുടെ ഓരോ ഒക്യുപ്പേഷൻസും നമ്മുടെ ഗവൺമെന്റ് ഏതിലൊക്കെ ലിസ്റ്റിൽ വരുന്നു എന്ന് കാണിക്കും. അതാണ് നമ്മൾ. അപ്പൊ ആ ലിസ്റ്റ് നമ്മൾ നോക്കണം. നമ്മളിപ്പോ ഒരു ഒക്യുപ്പേഷൻ, നമ്മളൊരു എഞ്ചിനീയർ ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ അത് ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു വേറെ ലിസ്റ്റാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയണൽ നീഡ് അനുസരിച്ച് വരുന്ന ലിസ്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ക്വീൻസ്ലാൻഡ് എന്ന സ്റ്റേറ്റ് എടുക്കുവാണെങ്കിൽ അവർക്ക് ഓൺഷോർ ഓഫ്ഷോർ ലിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒക്യുപ്പേഷൻ ഇപ്പൊ സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നമ്മുടെ സിവിൽ എഞ്ചിനീയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആൻസ്കോ കോഡും അതേപോലെ അതിന്റെ ഒക്യുപ്പേഷന്റെ ആ ഒരു ടൈറ്റിൽ, സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ആ ഒക്യുപ്പേഷൻ ടൈറ്റിലും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സ്റ്റേറ്റിന് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഒക്യുപ്പേഷനിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ആൻസ്കോപ്പ് അനുസരിച്ചും ഈ ലിസ്റ്റുകൾ അനുസരിച്ചും നമ്മുടെ ഓരോ ഒക്യുപ്പേഷൻസും ഏതൊക്കെ ഡിമാൻഡഡ് ആയിട്ട് വരുന്നു എന്ന് അതിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ 2025 അല്ലെങ്കിൽ 26 ഫിനാൻഷ്യൽ ഇയറിലെ ട്രെൻഡ് അനുസരിച്ച് ഏതൊക്കെ ഒക്യുപ്പേഷൻസ് ആണ് ഡിമാൻഡ് ലിസ്റ്റിൽ കിടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കിടക്കുന്ന ഒക്യുപ്പേഷൻ ലിസ്റ്റ് ആണ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ. ഇത് ആക്ച്വലി എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ. അത് തന്നെയാണ് ഇവിടെയും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടോപ്പ് ഒക്യുപ്പേഷൻസിൽ വരുന്നത്. ഇതിൽ വരുന്നത് ഫിസിസിസ്റ്റ്, രജിസ്റ്റേർഡ് നഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ലബോറട്ടറി സയന്റിസ്റ്റ്,
ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ആ ഒരു കാറ്റഗറി ഓഫ് ഒക്യുപ്പേഷൻസ് വരുന്നത്. ഇത് എന്തുകൊണ്ട് ഡിമാൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ അവിടെ കൂടുന്തോറും അതേപോലെ ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ ചെയ്യുക, അപ്പൊ റീജിയണലിൽ കുറച്ചും കൂടി ഷോർട്ടേജ് അവിടെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് അവിടെ ഒരു ഡിമാൻഡ് ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ വരുന്നതിനുള്ള റീസൺ. ഇതിന്റെ അസസ്മെന്റ് ബോഡീസ് എന്ന് പറയുന്നത് ആൻമാക്, അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ APC, അങ്ങനത്തെയൊക്കെയാണ് ഓരോന്നും ഓരോ അതോറിറ്റി വരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വെബിനാറിൽ നമ്മൾ ആക്ച്വലി എങ്ങനെയൊക്കെയാണ് സ്കിൽ അസസ്മെന്റ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന്റെ അതിൽ കാണാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ റിലേറ്റഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സ്കിൽ അസസ്മെന്റ്, എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സോ അപ്പൊ നമ്മൾ ഈ ഓരോന്നും ഓരോ അതോറിറ്റിയുടെ റൂൾസ് അനുസരിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പ് ഒക്യുപ്പേഷൻ വരുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ്, അതായത് നേഷൻ ബിൽഡ് ചെയ്യാനുള്ളത്. അവിടെ ബേസിക്കലി നമുക്കിപ്പം 2032 ഐ ഗെസ് ഇറ്റ്സ് ഓൺ 32 നമ്മുടെ ക്വീൻസ്ലാൻഡിന്റെ ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്. അപ്പം ക്വീൻസ്ലാൻഡിലാണ് ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അവിടെ ആക്ച്വലി കൂടുതൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഒരു നീഡ് കൂടുതലാണ്. അപ്പം അവർ തന്നെ കൺസ്ട്രക്ഷൻ തന്നെ സെപ്പറേറ്റ് ഒരു പാത്വേ ആയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ അത് ക്വീൻസ്ലാൻഡിലുള്ള ആൾക്കാർക്കും അല്ലാതെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇൻ ഡിമാൻഡ് അവിടെ കൂടുതലായതുകൊണ്ടിട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഇതിൽ വരുന്ന ആദ്യം മാത്രമല്ല, നമുക്ക് ഇത് എക്സ്പാൻഷൻ നടക്കുന്നുണ്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊഫഷൻസ് വരുന്നതും നമുക്ക് മാർക്കറ്റ് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് കൂടി വരുന്നുണ്ടിട്ടും പിന്നെ അപ്പം ട്രാൻസ്പോർട്ടിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഗ്രോത്ത് ഉള്ളതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എന്താവശ്യമാണ്, കൺസ്ട്രക്ഷൻ അവിടെ ആവശ്യമാണ്. സോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒക്യുപ്പേഷൻസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജർ, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ക്വാണ്ടിറ്റി സർവേയർ, ഇവരൊക്കെയാണ് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ബിക്കോസ് അവിടെ ആൾക്കാർ കൂടുന്നതനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുന്നുണ്ട്. ഡിമാൻഡ് ഇൻ ഹൗസിംഗ്, അതേപോലെ കുറെ ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ചെയ്യുക, ഇതൊക്കെയാണ്. അപ്പൊ ഇതിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജർ ആണെങ്കിൽ നമുക്ക് വെറ്റാസിന്റെ അണ്ടറിൽ വരും. ഇപ്പൊ സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒക്കെ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ അണ്ടറിൽ വരും. സ്കിൽ അസസ്മെന്റ് അതോറിറ്റി. അടുത്ത ടോപ്പ് പ്രയോറിറ്റി ഒക്യുപ്പേഷൻ വരുന്നത് IT ആൻഡ് ഡിജിറ്റൽ ആണ്, വിച്ച് ഇസ് പവറിംഗ് ദ ഡിജിറ്റൽ എക്കണോമി. അതായത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും ആവശ്യമാണ്. നമ്മൾ ടെക്നിക്കലി നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയാൽ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ടെക്നിക്കലിയും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതെന്താ വെച്ചാൽ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ അഡോപ്ഷൻ നടക്കുക. അപ്പം സ്റ്റേറ്റ് വൈസ് ആണെങ്കിലും നമുക്കിത് വളരെ അത്യാവശ്യമാണ്, ഈ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ IT റിലേറ്റഡ് മേഖലകളിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. സോ അതിൽ വരുന്ന പ്രൊഫഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ICT ബിസിനസ് അനലിസ്റ്റ്, ഡെവലപ്പർ പ്രോഗ്രാമർ, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, സയന്റിസ്റ്റ്, ഇവരൊക്കെയാണ് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീൽഡിൽ വരുന്നത്. സോ ഇതിന്റെ കീ അതോറിറ്റി എന്ന് പറയുന്നത് ACS, ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി, ACS ആണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ഓരോ അതോറിറ്റിക്കും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1-on-1 കൺസൾട്ടേഷൻ നമ്മളെടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് 1-on-1 സജഷൻസ് നമുക്ക് തരാനായിട്ട് പറ്റും. ഇനി വേറൊരു സെക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രേഡ്സ്, അതാണ് വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഈ എഡ്യൂക്കേഷൻ ആൻഡ് ഇതിൽ വരുന്നത് ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ്. ആസ് യു നോ ദാറ്റ് ഇവിടെ റാപ്പിഡ്ലി പോപ്പുലേഷൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. അപ്പം ബേസിക്കലി അവിടെ ഉള്ള കൊച്ചുങ്ങൾ എക്സ്പാൻഡ് ചെയ്യും. അപ്പം എന്തായാലും കുട്ടികൾ കൂടും. അപ്പം ഈ കുട്ടികൾ കൂടുമ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ 2 വെച്ച് കുട്ടികളാണെങ്കിൽ ഒരു 10 ഫാമിലീസ് ആ മൈഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ 10 × 2 20 കുട്ടികൾ അവിടെ കൂടി. അപ്പം ഇത്രയും കുട്ടികൾ കൂടുമ്പോൾ ലൈക്ക് അവരെ ടീച്ച് ചെയ്തുള്ള ടീച്ചേഴ്സിന്റെ റേഷ്യോയും നല്ല രീതിയിൽ കൂടണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ടീച്ചിങ് ആൻഡ് എഡ്യൂക്കേഷൻ അവിടെ കൂടി വരുന്നത്. ബേസിക്കലി ഏർലി ചൈൽഡ്ഹുഡ്, ഏർലി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, പിന്നെ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, പ്രൈമറി ടീച്ചേഴ്സ്, ഇവരുടെ ഒക്കെ റേഷ്യോ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് പ്രൊഫഷൻസ് ആണ്. സോ ഇതിന്റെ അതോറിറ്റി AITSL എന്നൊക്കെ പറഞ്ഞ അതോറിറ്റിയുടെ അണ്ടറിലാണ് ഈ ടീച്ചിങ് സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് ട്രേഡ് ആൻഡ് ടെക്നിക്കൽ. ട്രേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ്, അങ്ങനത്തെ സ്കിൽഡ് ആയിട്ടുള്ള ട്രേഡ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മോട്ടോ മെക്കാനിക്, ഷെഫ്, കുക്ക്, അങ്ങനത്തെ ഒക്കെ ട്രേഡ്സ്. ആസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീജിയണൽ ഡിമാൻഡ്
ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് ഡിമാൻഡ് ഇപ്പം നമ്മളൊരു വീട് പണിയുവാണെങ്കിൽ നമുക്ക് വീടിന്റെ മരം റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം വാതിൽ പോലത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ഒരു കബോർഡോ ഇതിനൊക്കെ എന്തായാലും നമുക്കൊരു കാർപ്പൻറ്റർ വേണം. പിന്നെ അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് നോക്കാൻ ഇലക്ട്രീഷ്യൻ വേണം. അപ്പൊ നമ്മളൊരു കൺസ്ട്രക്ഷൻ വരുമ്പം ആ കൺസ്ട്രക്ഷനിലുള്ളൊരു മേജർ ഇതാണ് കാർപ്പൻറ്റേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ് ഒക്കെ. പിന്നെ എന്തായാലും ഹോട്ടൽസ് ഒക്കെ, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഒക്കെ കൂടി വരുവാണ്. അപ്പൊ ഷെഫ്സ് ആൻഡ് കുക്സിനുള്ള ഡിമാൻഡും അവിടെ നല്ല രീതിയിൽ കൂടുതലാണ്. അപ്പൊ ഈ ട്രേഡ്സ് ഒക്യുപ്പേഷൻസ് ഒക്കെ വരുന്നത് TRA എന്ന് പറയുന്നു. TRA എന്ന് ഉദ്ദേശിക്കുന്നത് വെറ്റേഴ്സസിന്റെ അണ്ടറിൽ വരുന്ന ട്രേഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് TRA എന്ന് പറയുന്നത്. അതിന്റെ പ്രോസസ്സും ഒരു ഹ്യൂജ്, ഒരു ലെങ്തിയസ് പ്രോസസ്സാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ 1-on-1 കൺസൾട്ടേഷൻ എടുക്കുക. നമ്മൾ കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ എന്താ പറയാ ഒക്യുപ്പേഷൻ കാറ്റഗറി എന്ന് പറഞ്ഞത്. നമ്മൾ മെയിൻ ഒക്യുപ്പേഷൻ വരുന്നത് ഹെൽത്ത് കെയർ ആ, പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒക്യുപ്പേഷൻസ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണ്, പിന്നെ എഡ്യൂക്കേഷൻ, ട്രേഡ്സ്, പിന്നെ IT. ഇത്രയും സെക്ടേഴ്സിലാണ് നമ്മൾ മേജർ ആയിട്ട് ഒക്യുപ്പേഷൻസ് വരുന്നത്. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മുടെ ഇന്ത്യൻ ഗ്രാജുവേറ്റ്സ് തന്നെയായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പഠിച്ചവരായിരിക്കും. ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും ഓസ്ട്രേലിയ തന്നെയായിരിക്കും ആ കോഴ്സ് കൂടുതലായിട്ട് കാണുന്നത്. അവിടെ തന്നെയായിരിക്കും മിക്ക ആൾക്കാരും പഠിക്കുന്നത്. സോ ബാക്കി എല്ലാ കോഴ്സസും ഇപ്പൊ നഴ്സിന്റെ ഒരു അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൈമറി ടീച്ചറിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട്, ഇതൊക്കെ നമ്മൾ ഇന്ത്യൻ ഗ്രാജുവേറ്റ്സ് പഠിച്ചിട്ട് ഇതൊക്കെ നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് മിനിമം ഓഫ് എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് മിനിമം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒക്യുപ്പേഷൻസിൽ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ്സിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് PR വിസ ഓപ്ഷൻസ്. ഏതൊക്കെയാണ് PR വിസ ഓപ്ഷൻസ് എന്നുള്ളതൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ കാണാം. ആദ്യമായിട്ട് PR വിസസിനെ കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സോ 3 kinds ഓഫ് വിസാസ് ആണ് PR വിസയിലുള്ളത്. നമ്മൾ കഴിഞ്ഞ നമ്മളുടെ വെബിനാറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എംപ്ലോയ്മെന്റ് സ്പോൺസർഷിപ്പ് വിസയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം, ആ വീഡിയോ കണ്ടാലും മതി. ഓക്കെ. ആൻഡ് ഈ PR വിസ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് 3 ടൈപ്പ് വിസാസ് ഉണ്ടെന്ന് പറഞ്ഞു. 189, 190 ആൻഡ് 491. 189 എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വിസാസ് ആണ്. ഇൻഡിപെൻഡന്റ് വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലിവ് ആൻഡ് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ആണ് ഈ 189 വിസയിൽ നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു എംപ്ലോയർ സ്പോൺസർ ചെയ്യേണ്ട കാര്യം, ഒരു സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇവിടെ ആസ് ദ നെയിം സജസ്റ്റ് വിച്ച് ഇസ് എൻ ഇൻഡിപെൻഡന്റ് വിസ ഇൻ ദ സെൻസ് നമ്മുടെ ഇൻഡിവിജ്വൽ പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 65 പോയിന്റ്സ് നമുക്ക് നമ്മുടെ ഏജ് ആൻഡ് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ പാർട്ട്ണർ, അങ്ങനെ എല്ലാം വെച്ചിട്ട് 65 പോയിന്റ്സ് ഉണ്ടെങ്കിൽ 65 പോയിന്റ്സ് തന്നെ ആയിരിക്കും നമ്മുടെ 189 പോയിന്റ്സ്. വേറെ ഒരു പോയിന്റ്സും അവിടെ നമുക്ക് കൂടുന്നില്ല. അതാണ് 189 പ്രത്യേകത. ആൻഡ് മൂവിങ് ഓൺ ടു 190 എന്ന് ഉദ്ദേശിക്കുന്നത് അത് ആക്ച്വലി ഒരു സ്റ്റേറ്റ് നോമിനേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ്, NSW, സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻസ് ഇടണം. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കേരളയുടെ റൂൾസ് അനുസരിച്ച് നമ്മൾ കേരളയിൽ ആപ്ലിക്കേഷൻ ഇട്ടു. നേരെ ഡിഫറെന്റ് ആയിരിക്കും കർണാടകയിലെ റൂൾസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും തമിഴ്നാട്ടിലെ റൂൾസ്. നമ്മൾ ആ ഓരോ സ്റ്റേറ്റ്സിനും കേരളക്ക് ഇടുന്ന പോലെ തന്നെ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കർണാടകയിലും നമ്മൾ ആപ്ലിക്കേഷൻ ഇടണം. ആൻഡ് വൺ മോർ തിങ് ഇൻ ദാറ്റ് ഇസ് ഓരോ സ്റ്റേറ്റിനും അവർക്കിട്ടായ പ്രയോറിറ്റി ലിസ്റ്റ്. അപ്പോൾ കേരളക്ക് ഇപ്പം ചിലപ്പോൾ കൺസ്ട്രക്ഷൻ കൂടുതലായി ഡെവലപ്പ് ചെയ്യും, ചിലപ്പോൾ എൻ്റെ പ്രയോറിറ്റി കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ക്വീൻസ്ലാൻഡ് ആണെങ്കിൽ അവർക്ക് കൺസ്ട്രക്ഷൻ ആവശ്യമാണ്, ബിക്കോസ് ഒളിമ്പിക്സ് ഇസ് കമ്മിങ് ഓൺ. അപ്പോൾ അവർക്ക് അത് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അവരുടെ പ്രയോറിറ്റി മേ ബി കൺസ്ട്രക്ഷൻ ആയിരിക്കും. എല്ലാവർക്കും എല്ലാ സ്റ്റേറ്റ്സിനും ഒരു സ്റ്റിപ്പുലേറ്റഡ് പ്രയോറിറ്റി ലിസ്റ്റ് എന്തായാലും ഉണ്ടാവും. അത് കൂടാതെ അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് പ്രയോറിറ്റി ലിസ്റ്റുകൾ സ്റ്റേറ്റ്സിനുണ്ടാവും. അപ്പൊ ആ ലിസ്റ്റ് അനുസരിച്ചായിരിക്കും അവർ ഇൻവിറ്റേഷൻസ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ കംപ്ലീറ്റ് സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ടാവും. നമ്മൾ അതും ചെക്ക് ചെയ്യണം. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിലാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് അവിടെ ഹൈ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ലിസ്റ്റ് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കേരളയുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മളുടെ പ്രൊഫൈൽ എങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ ചിലപ്പോൾ ലോവർ പോയിന്റ്സിനായിരിക്കാം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. സോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ എല്ലാ കാറ്റഗറിയും ഒരു 65 പോയിന്റ്സ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് +5, ആ 5 പോയിന്റ്സ് സ്റ്റേറ്റ് നമുക്ക് സ്പോൺസർ ചെയ്യുക. ഇപ്പൊ കേരള നമുക്ക് തരുക. അപ്പൊ ഈ വിസയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രീ നോമിനേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ് നമുക്കൊരു പ്രീ നോമിനേഷൻ തരും, അതായത് ഒരു പ്രീ ഇൻവിറ്റേഷൻ പോലെ തന്ന ശേഷം നമ്മൾ നമ്മളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെ അറിയിക്കും.
ബിക്കോസ് നമ്മൾ ജെന്യൂൻ ആണെന്ന് അറിയണമല്ലോ. അറിയിച്ച ശേഷമാണ് നമുക്ക് വിസ പ്രൊസീജിയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഓരോ സ്റ്റേറ്റ്സിന്റെയും സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് അനുസരിച്ചിരിക്കും. ഇപ്പൊ വിക്ടോറിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് 40 ഡേയ്സിനുള്ളിൽ അവർ റിപ്ലൈ തരും. ആൻഡ് ഇപ്പം 189 കേസ് ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി നോമിനേഷൻ വിസ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ പ്രീ നോമിനേഷൻ കഴിഞ്ഞ് നമുക്ക് സെലക്ഷൻ കിട്ടി ഗ്രാൻറ്റഡ് ആയി പറഞ്ഞാലാണ് നമുക്ക് വിസ ഈ ഒരു കേസിൽ 190 കേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സ്റ്റേറ്റ്സ് ഇൻവിറ്റേഷൻസ് നടത്തുന്ന പോലെ ആയിരിക്കും നമ്മളെ വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് സ്റ്റേറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് ROI എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റും കൂടി നമ്മൾ ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. EOI കൂടെ ഇതും കൂടി നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നത് 491 ആണ്, റീജിയണൽ. ഇപ്പൊ നമ്മൾ കേരളം പറഞ്ഞ പോലെ കേരളയിൽ ഒരു റീജിയണൽ ഏരിയ ആയിരിക്കും. കേരളയിലെ റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും ഭയങ്കര ഔട്ട്സ്കേർട്സ് ആയിട്ടുള്ള ഏരിയ അല്ല അവിടുത്തത് കുറച്ചും കൂടി നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ. പക്ഷെ കമ്പയറിംഗ് ടു അവരുടെ സിറ്റി ഏരിയ അത് റീജിയണൽ ഏരിയ. അപ്പൊ അവിടുത്തെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവര് ഈ ഒരു റീജിയണൽ ഏരിയയിൽ തൊട്ട് ആൾക്കാരെ വിളിക്കുന്നത്. ആൻഡ് റീജിയണൽ ലിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രകാരം അതിൽ തന്നെ റീജിയണൽ ലിസ്റ്റ് ഉണ്ടാവും. അതിലും ഇതേപോലെ പ്രയോറിറ്റി ആയിട്ടുള്ള ഓക്യുപ്പേഷൻസിൽ നമുക്ക് വിളിക്കും. ആൻഡ് അവിടെ ഒരു ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻഡിവിജ്വൽ 65 പോയിന്റ്സ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് +15 പോയിന്റ്സ് 15 ആണ് ഈ ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പൊ റീജിയണൽ എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 15 പോയിന്റ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യുവർ ഇൻഡിവിജ്വൽ സ്കോർ ഇസ് 70, then you are getting another 15 points. That your നിങ്ങളുടെ ടോട്ടൽ സ്കോർ വരുന്നത് 85 പോയിന്റ്സിലോട്ട് മാറും. ഫോർ എക്സാമ്പിൾ 189 നിങ്ങൾക്ക് വെറും 70 ഉള്ള ഒരാൾ ഇവിടെ 15 കിട്ടുമ്പോൾ യുവർ സ്കോർ ഇസ് ബീൻ 85 ബൂസ്റ്റ് അപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിൽ മൂന്നിലും ചാൻസസ് കൂടുതൽ കിട്ടാൻ റീജിയണൽ ഏരിയ ആയിരിക്കും. ഓക്കെ, ബിക്കോസ് അവിടെയാണ് പോയിന്റ്സ് കൂടുതൽ. റീജിയണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊവിഷണൽ വിസയാണ്. ആൻഡ് യു നീഡ് ടു സ്റ്റേ ഔട്ട് ദർ ഫോർ മിനിമം 3 years. നിങ്ങൾ മിനിമം 3 years നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ തന്നെ ലിവ് ആൻഡ് വർക്ക് ചെയ്യണം. അപ്പൊ റീജിയണലിൽ നമ്മൾ ലിവ് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ്, വൈഫൈ ബിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതേപോലെ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ പേ സ്ലിപ്സ്, നമ്മുടെ എംപ്ലോയ്മെന്റ് റെഫറൻസ് ലെറ്റർ, ഇവിടെയൊക്കെ നമുക്ക് പോസ്റ്റ് കോഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ 3 years ശേഷം നമുക്ക് 199 ഒരു വിസ ഇടാൻ പറ്റും. ഇട്ട ശേഷം നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി PR കിട്ടി. 3 years പക്ഷെ മിനിമം നമ്മൾ ആ റീജിയണൽ ഏരിയയിൽ ലിവ് ആൻഡ് സെർവ് ചെയ്യണം, ലിവ് ആൻഡ് വർക്ക് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് 189 ഇൻവിറ്റേഷൻ കിട്ടാൻ ചാൻസസ് കൂടുതലാവുന്നത് ഡ്യൂ ടു നമ്മുടെ എന്താ പറയാ, നമ്മുടെ പോയിന്റ്സ്. ഇപ്പൊ ഒരു 75 അല്ലെങ്കിൽ 80 പോയിന്റ്സ് ഇൻഡിവിജ്വൽ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 491 വേണ്ട, 189 തന്നെ കിട്ടും. 189 കിട്ടിയാലൊരു ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും ലിവ് ആൻഡ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു ബെനിഫിറ്റ് ആണ്. നമുക്ക് എന്താ ഇന്നൊരു പ്ലേസിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട, നമുക്കിപ്പം ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ലിവ് ആൻഡ് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 491 ആണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ടു ദ പർട്ടിക്കുലർ ഏരിയ. പക്ഷെ ചിലവർക്ക് 491 കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് സെറ്റിൽ ആയാൽ മതി തിങ്ക് ചെയ്യുന്നവർക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ഈ 491 വിസകളൊക്കെ. നെക്സ്റ്റ് നമുക്ക് ഈ സ്കിൽ അസസ്മെന്റിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഈ സ്കിൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈഗ്രേഷൻ ജേർണിയിൽ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്കിൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഒക്യുപ്പേഷൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആൻസ്കോ കൂടായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിച്ചതൊരു സിവിൽ എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ആണ് ഞാനെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ബന്ധമില്ലാത്ത ഫീൽഡ് ആണെങ്കിൽ എനിക്ക് എൻ്റെ എഡ്യൂക്കേഷനും അതേപോലെ എൻ്റെ എക്സ്പീരിയൻസ് തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറും. മറിച്ച് ഇപ്പൊ ഞാൻ നഴ്സസിന്റെ പറഞ്ഞ പോലെ നഴ്സസിന് പല ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഡിഫറെന്റ് ആൻസ്കോ കൂടെ വരുന്നത്. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് അനുസരിച്ചിട്ടാണ് നമ്മുടെ ആൻസ്കോ അവിടെ മാച്ച് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ക്രിട്ടിക്കൽ കെയർ ആൻഡ് എമർജൻസിയിൽ നിൽക്കുന്ന ഒരാൾ, ഞാൻ മെഡിക്കലിന്റെ ഡ്യൂട്ടീസ് ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ട് ആൻസ്കോ ക്രിട്ടിക്കൽ കെയറിന്റെ ആൻഡ് എമർജൻസിയുടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മിസ്മാച്ച് വരും ആൻസ്കോ കൂടുതൽ. അപ്പൊ നമുക്ക് സെയിം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസ്കോ കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഏത് ആൻസ്കൂളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആവുന്ന ഓക്യുപ്പേഷൻസ് ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഏജ് കെയറിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ഏജ് കെയറിന്റെ ആൻസ്കോ വെച്ചിട്ടാണ് സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓക്യുപ്പേഷൻസ് അവിടെ മാച്ചിങ് അല്ല, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒന്നും മാച്ചിങ് ആയിട്ട് വരില്ല. അപ്പൊ നമുക്ക് അവിടെ പോയിന്റ്സ് ക്ലെയിം ചെയ്യുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ട കൂടെ തന്നെ നമ്മൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. അപ്പൊ ഇതാ പറയുന്നത്, ഇപ്പൊ ഞാനൊരു
IT റിലേറ്റഡ് ആയിട്ട് എന്താ ഞാനൊരു PCA ഗ്രാജുവേറ്റ് ആണ്. എനിക്കൊരു 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അണ്ടർ ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി എനിക്ക് സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് ഞാനൊരു ഒരു ബിടെക് ഞാൻ ഏതെങ്കിലും ഒരു റെലവെന്റ് അല്ലായിട്ടൊരു ബിടെക് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, പക്ഷെ എനിക്ക് IT റിലേറ്റഡ് ആയിട്ടൊരു വർക്ക് കിട്ടി. ഇറ്റ്സ് നോട്ട് പോസിബിൾ, പക്ഷെ ഞാൻ പറയുവാണ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ആൻഡ് ആ വർക്ക് കിട്ടി, ഞാൻ ഒരു 2 years എനിക്ക് വർക്കായി. അപ്പം ഞാൻ സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ അത് അവിടെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നമ്മൾ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ 2 years എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അണ്ടർ ACS കമ്പ്യൂട്ടർ ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റിന്റെ അണ്ടറിൽ നമുക്ക് സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു ടാസ്ക് ആണ്. അപ്പോൾ അതിന് നമുക്ക് വേറെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പ്രൊഫൈൽ അനുസരിച്ച്, ഓരോരുത്തരുടെ പഠിച്ചതും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോന്നും ഡിഫർ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യാൻ. നമ്മൾ ചുമ്മാ ഒരു ആരുടെങ്കിലും ഒക്കെ ഇത് കേട്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ നിന്ന് ഇതൊന്നും നോക്കാതെ സബ്മിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മേ ബി നമുക്ക് നെഗറ്റീവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പം നമ്മൾ അതിൽ ഡ്യൂട്ടീസ് ഒക്കെ ആഡ് ചെയ്ത് പോകും. പക്ഷെ ആ ഡ്യൂട്ടീസ് ചിലപ്പോൾ ഈ പർട്ടിക്കുലർ പ്രൊഫഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ നോമിനേറ്റഡ് ഓക്യുപ്പേഷൻ ആയിട്ട് മാച്ച് ചെയ്ത് പോവാത്തൊരു ഡ്യൂട്ടീസ് ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം അവിടെ കിട്ടില്ല. മേ ബി ഒരു എന്താ പറയുക, ഒരു പോസിബിൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു ടാസ്ക് ആയിട്ട് മാറും. നമുക്കിതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ റോങ് ഓക്യുപ്പേഷൻ നമ്മളിപ്പോൾ ചുമ്മാ ഫ്രണ്ട്സ് പറഞ്ഞത് കേട്ടിട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടാലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലോ നമുക്കൊരു ഫുള്ളി ഇൻഫർമേഷൻ എവിടെ നിന്നും കിട്ടില്ല, ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടില്ല. നേരെ മറിച്ച് നമുക്കൊരു അഡ്വൈസ് കിട്ടി, നമുക്ക് പ്രോപ്പർ ഒരു ഗൈഡൻസ് കിട്ടിയിട്ട് പിന്നെ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴോ നമുക്കൊരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലുണ്ടാവും. അതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മള് ചുമ്മാ നമ്മുടെ വർക്കായിട്ട് റിലേറ്റ് ആവാത്ത ഏതെങ്കിലും ഒരു ഓക്യുപ്പേഷനിൽ പോയിട്ട് നമുക്ക് അത് ഡിമാൻഡ് പറഞ്ഞിട്ട് നമ്മൾ സ്കിൽ അസസ്മെന്റ് കൊടുക്കാൻ വെച്ചാൽ മേ ബി അത് നെഗറ്റീവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് നോമിനേഷൻസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ മിക്ക ആൾക്കാരും സ്റ്റേറ്റ് നോമിനേഷൻസ് നോക്കില്ല. അവർക്ക് അതിന്റെ ക്രൈറ്റീരിയാസ് അറിയില്ല. ചില സ്റ്റേറ്റ്സിന് ROI ഫയൽ ചെയ്യണം. അതറിയാത്ത ആൾക്കാർ ചുമ്മാ UI ഇട്ടിട്ട് അവിടെ വെറുതെ ഇരിക്കും. എനിക്ക് ഇൻവിറ്റേഷൻ വരുന്നില്ലല്ലോ, 1 year 2 years ആയിട്ട് ഇൻവിറ്റേഷൻ വന്നില്ലല്ലോ, എൻ്റെ UI എക്സ്പയർ ആയി പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റ്സിന്റെയും അവരുടെ തന്നെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റേറ്റ്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നുള്ളത്. നമ്മൾ ചെക്ക് ചെയ്യണം. ആ ലിസ്റ്റിൽ നമ്മൾ ഓക്യുപ്പേഷൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓക്യുപ്പേഷൻ ആ ലിസ്റ്റിൽ ഇല്ല, ഇപ്പൊ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇല്ല, മാത്രമേ ഉള്ളൂ. ഇല്ലാത്ത ഓക്യുപ്പേഷൻ ഞാൻ പോയിട്ട് UI വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻവിറ്റേഷൻ ഒരിക്കലും കിട്ടില്ല. അപ്പൊ നമ്മള് അതാ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മളൊരു അറിയുന്ന ഒരു വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ ഏൽപ്പിക്കാം. അവര് ബാക്കി കാര്യങ്ങൾ മര്യാദക്ക് നോക്കിക്കോളും. പിന്നെ അതേപോലെ തന്നെ എലിജിബിലിറ്റി, ഞാൻ പറഞ്ഞ പോലെ എലിജിബിലിറ്റി ചെക്ക് ഒന്ന് നോക്കാതെ നമ്മൾ ചുമ്മാ പോയിട്ട് ചിലപ്പോൾ നമ്മളൊരു 500 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 1200 AUD ഒക്കെ കൊടുത്തിട്ട് നമ്മളൊരു സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യും. പക്ഷെ നമ്മളുടെ എലിജിബിലിറ്റി പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് അത് റിജക്ഷനിലോട്ടാണ് അത് പോകുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് നമ്മുടെ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് പേജിന് എത്ര പോയിന്റ്സ് ആണ്, നമ്മുടെ എക്സ്പീരിയൻസിന് എത്ര പോയിന്റ്സ് ആണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്ര പോയിന്റ്സ്, അങ്ങനെയൊക്കെ ഡിമാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രോപ്പറായിട്ട് അറിയാതെ നമ്മളിപ്പം എക്സ്പീരിയൻസ് ഒരു 8 years എക്സ്പീരിയൻസ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ EOയിൽ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് 10 yearsന്റെ പോയിന്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ഇതിപ്പോ 2026 ജനുവരി ആണെങ്കിൽ 2016 ജനുവരി വരെ ഉള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾക്ക് 8 years പ്ലസ് ആണെങ്കിൽ ഒരു 15 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ 8 years ഇപ്പൊ 10 yearsന് മുന്നേ എനിക്ക് ഒരു 2 years എക്സ്പീരിയൻസ് എന്ന് വിചാരിക്കും. അതായത് ഇപ്പം 2013 to 15 2 years എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാനെങ്കിൽ ആ പോയിന്റ് 2 years, പിന്നെ എനിക്ക് 6 years ഉള്ളൂ. അപ്പൊ അതിന് ശേഷം 10 yearsൽ എനിക്ക് 6 yearsഉം 10 yearsന് മുന്നേ എനിക്ക് 2 years ആണെങ്കിൽ ചിലപ്പോൾ ചിലവർ അത് ക്ലബ് ചെയ്ത് 8 years എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിന്റ്സ് അങ്ങോട്ട് ക്ലെയിം ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കും. അപ്പം ശരിക്കും അവിടെ ഒരു 5 points ഡിഫറൻറ്റ് വന്നു. കാര്യം 8 years പ്ലസ് ആയാലേ നമുക്ക് ആ 15 പോയിന്റ് കിട്ടുള്ളൂ. നമ്മൾ 5 to 8 yearsലാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 10 പോയിന്റ് അവിടെ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഓവർ ഹൈപ്പ് അല്ലെങ്കിൽ ഓവർ ഹൈപ്ഡ് പോയിന്റ്സ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 points നമ്മൾ കൂട്ടിയപ്പോൾ കൂടിപ്പോയി.
10 ഇയേഴ്സിന്റെ ബാക്കിൽ ആ പോയിന്റ്സ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ പോയിന്റ് കാൽക്കുലേഷൻ അവിടെ തെറ്റി. പക്ഷെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാണ് നിങ്ങൾ ഈ പോയിന്റ് കാൽക്കുലേഷൻ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തരുള്ളൂ. വൺ തിങ്. അതേപോലെയാണ് നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് നമ്മൾ ക്വാളിഫിക്കേഷന് ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. ക്വാളിഫിക്കേഷന്റെ സമയത്ത് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, റിലേറ്റഡ് ഫീൽഡിനാണെങ്കിൽ പോലും അതൊരിക്കലും കൗണ്ട് ചെയ്യത്തില്ല. ഏതൊരു അതോറിറ്റി ആണെങ്കിലും പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് അവർ സ്കിൽ അസസ്മെന്റ് സമയത്തും കൗണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ നമ്മളുടെ എക്സ്പീരിയൻസിന് കൗണ്ട് ചെയ്യുന്നത്. മിനിമം ഇപ്പൊ അതോറിറ്റി ആണെങ്കിൽ മിനിമം 20 hours ഓഫ് വർക്കിംഗ് അവേഴ്സ് വർക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ബേസിക്കലി നമുക്ക് ഒരു റെഫറൻസ് ലെറ്റർ കിട്ടും, നമുക്ക് പേ സ്ലിപ്സ് കിട്ടും. മിനിമം 20 hours ഓഫ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെറ്റാസിസിലൊക്കെ ഈസി ആയിട്ട് സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും, പാർട്ട് ടൈം ആണെങ്കിൽ പോലും. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണം. പെർമനന്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഇങ്ങനത്തെ ഈ ക്രൈറ്റീരിയാസ് ഒക്കെ മാച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അത് കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ കോമൺ മിസ്റ്റേക്സ് വരുന്നത്. പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പേർട്ട് ഗൈഡൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്യുപ്പേഷൻ എലിജിബിലിറ്റി ചെക്ക് നമ്മൾ ചെയ്തു തരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നിങ്ങളുടെ സ്കിൽ അസസ്മെന്റ് എറർ ഫ്രീ ആയിട്ട് ഫയൽ ചെയ്ത് തരുന്നു. പിന്നെ ഓൺ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗെറ്റിംഗ് ദ കൺസൾട്ടേഷൻ ടിൽ ദ എൻഡ് ഓഫ് ഗെറ്റിംഗ് ദ വിസ നമ്മൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഡ് ടു എൻഡ് PR പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ UI ഇടുന്ന സമയത്തും സ്റ്റേറ്റ് നോമിനേഷൻ ഇടുന്ന സമയത്തും നമ്മൾ ഓരോ സ്റ്റേറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യുന്നതും ഓരോ സ്റ്റേറ്റ്സിന് UI ലോഞ്ച് ചെയ്തതും 180 ലോഞ്ച് ചെയ്തതൊക്കെ നിങ്ങളുടെ എലിജിബിലിറ്റി ആദ്യമേ ചെക്ക് ചെയ്തിട്ട് ആ സെയിം പോയിന്റ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് തന്നെയായിരിക്കും. നമുക്കിവിടെ PTA ട്രെയിനർ അവൈലബിൾ ആണ്, ഇൻഹൗസ് ട്രെയിനർ ഉണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിന് വൺ സൈനപ്പ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് PTA ക്ലാസ്സസ് നമ്മുടെ ട്രെയിനറിന്റെ സൈഡിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങളൊരു മാറ രജിസ്റ്റേർഡ് ഏജന്റ് ആണ്, നമുക്കൊരു മാറ രജിസ്റ്റേർഡ് ഏജന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ ഗൈഡൻസ് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് 100% ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ് ഞങ്ങൾ. എന്തൊരു കാര്യത്തിലും നിങ്ങളുടെ ഓസ്ട്രേലിയൻ PR ജേർണിയിൽ ഞങ്ങൾക്ക് റൈറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ റൈറ്റ് കറക്ഷനിൽ റൈറ്റ് ഓക്യുപ്പേഷന് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങളുടെ CV ഒരു വൺ ടൈം സ്ക്രൂട്ടണി അല്ല നമ്മൾ ചെയ്യുന്നത്, ഒരു 2 to 5 സ്ക്രൂട്ടണി നിങ്ങളുടെ CV പലവരുമായിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇനീഷ്യൽ കോൾ ഹാൻഡിൽ ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്, കൗൺസിലേഴ്സ് ചെയ്യുന്നുണ്ട്, ഡോക്യുമെന്റേഷനിൽ ഇരിക്കുന്ന എക്സ്പേർട്സ് ചെയ്യുന്നുണ്ട്. 3 to 4 times ആണ് നിങ്ങളുടെ CVs സ്ക്രൂട്ടണി ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് സ്കിൽ അസസ്മെന്റ് അതോറിറ്റി ഇവർ 3 പേരും പറയും. മേ ബി ഇവര് തമ്മിൽ മാറ്റങ്ങൾ വരാം, പക്ഷെ ഇനീഷ്യലി പറയുന്നത് തന്നെയായിരിക്കും. ബിക്കോസ് അവർ എക്സ്പേർട്ട് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, ഇനീഷ്യലി പറയുന്നത് തന്നെയായിരിക്കും നിങ്ങളുടെ അതോറിറ്റി വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോ ഒരു വലിയ സ്ഥലത്ത് ചെയ്തു, പക്ഷെ അവർക്ക് പോലും വിസ റിജക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെ ചെയ്തു എന്നുള്ളതല്ല, ആര് ഹാൻഡിൽ ചെയ്യണം, എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കേസ് ഹാൻഡിൽ ചെയ്യണോ അതനുസരിച്ചാണ് അതിരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഇപ്പം ആർക്കും ഒരു ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് ഈ റെക്കോർഡിംഗ് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും, യൂട്യൂബിൽ ഉണ്ടാവും. യു ക്യാൻ വാച്ച് ഇറ്റ് ഓവർ ദർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ 1-on-1 consultation with us. You can contact us. Okay, thank you. Have a nice day. Bye.